നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ആദ്യം ഓരോരുത്തരുടെ അടുത്തും ആവശ്യപ്പെടുന്നത് ഒരു അഭിപ്രായം പറയൂ എന്നുള്ളതാണ് കേട്ടോ. എന്താണെന്നറിയോ, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. ആ ഒരു ദുഃഖമാണ് ഏറ്റവും കൂടുതൽ പേർക്ക് അനുഭവിക്കുന്നത്. പലരും എൻ്റെ അടുത്ത് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇതിനെന്ത് പരിഹാരമാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ അവരുടെ അടുത്ത് നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. അത്തരത്തിലുള്ള കടുക് കൊണ്ടുള്ള ഒരു പരിഹാരമായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്, കുറേ കമൻസും വന്നിട്ടുണ്ട്, ഒരുപാട് നല്ല കമൻസും കണ്ടു. അതായത് ഇതൊക്കെ പണ്ട് കാലത്തുള്ളവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. എൻ്റെ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഈ കടുകിൻ്റെ പാത്രത്തിൽ നാണയമൊക്കെ ഇട്ട് വെച്ചിരുന്നതായിട്ട് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള നിരവധി കമൻസ് അതിൽ കണ്ടു കേട്ടോ. അപ്പോൾ അതായത് ചെയ്തിരുന്നു, പണ്ട് കാലത്ത് വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളായിട്ട് തന്നെയാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭൂരിഭാഗം പേർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2 കമൻസ് കണ്ടപ്പോൾ ഒന്ന് മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്തു. അതിലൊന്ന് ആ വീഡിയോയ്ക്ക് ചുവടായിട്ട് വന്നിട്ടുള്ള ഒരു കമൻറ്റ് തന്നെയാണ്. പിന്നെ ഒരെണ്ണം വിഷ്ണുവിന് വാട്സപ്പിൽ പേഴ്സണലായിട്ടൊരു ഭക്ത അയച്ച കാര്യമാണ്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ നിലവാരം പോകുകയാണ് ചെയ്യുക. ഭഗവാനെ കുറിച്ച് പറയാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വ്യൂസ് കൂട്ടാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന രീതിയിലാകരുത് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടു കേട്ടോ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അതാണ് അഭിപ്രായമായിട്ട് ചോദിക്കാനായിട്ടുള്ളത്. കാരണം ഞാൻ എന്ത് കാര്യം ഈ ചാനലിൽ വന്നിരുന്നിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും പലരും ചെയ്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പലതവണ നമ്മൾ ചെയ്തിട്ട് പല ആവർത്തി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ടേ ഞാനതിൻ്റെ വസ്തുത ഒന്നും കൂടെ ഒന്ന് പരിശോധിക്കാറുണ്ട്. ഇപ്പോൾ മുതിർന്നവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായിട്ട് അറിവുള്ളവരുടെ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കും, എൻ്റെ ഗുരുനാഥയുടെ അടുത്ത് ചോദിക്കും. എന്നിട്ടൊരു ഫൈനൽ കൺഫർമേഷൻ ഉണ്ടല്ലോ, ആ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടേ എന്ത് കാര്യവും ഇവിടെ വന്നിരുന്നിട്ട് പറയാറുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പലയിടത്തുനിന്നും കേട്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടും അങ്ങനെ വിചാരിച്ചിട്ട് ഒരു വീഡിയോയും ഇവിടെ ചെയ്യാറില്ല കേട്ടോ. വ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു മിനിമം വ്യൂസ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വീഡിയോസും ലഭിക്കാറുണ്ട്. അപ്പോൾ അതിൽ തൃപ്തിപ്പെടണം എന്നാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കാറുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഭഗവാന് ഇഷ്ടമുള്ള തുളസി ചെടി, ഭഗവാന് പ്രിയപ്പെട്ട കളഭം, അതേപോലെ തന്നെയാണ് മഹാലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ കടുക്, ഉപ്പ് മുതലായിട്ടുള്ള വസ്തുക്കൾ, ഏലക്ക, ഗ്രാമ്പു മുതലായിട്ടുള്ള വസ്തുക്കൾ, ഇതൊക്കെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള വസ്തുക്കളാണ്. അപ്പോൾ ഇതിനെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു അനുഗ്രഹം, ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വരും ചെയ്യും. അതിലൂടെ നല്ല രീതിയിലുള്ള മെച്ചങ്ങൾ, ഉയർച്ചകൾ നമ്മൾക്കുണ്ടാകും. അങ്ങനെയുള്ള രീതികളിൽ അത് ഉപയോഗിക്കുമെന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. പലർക്കും അത് നല്ല രീതിയിലാണ്, പലരും പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചിലർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകാഞ്ഞിട്ടൊക്കെ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും പണ്ടുകാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൽ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ സംശയമുള്ളവർക്കുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. അതായത് നമ്മൾ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പറയണ്ടൂ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ, ഗുരുവായൂരുള്ള വിശേഷങ്ങൾ, ഗുരുവായൂരപ്പൻ്റെ കഥകൾ, ഐതിഹ്യങ്ങൾ ഇത് മാത്രമേ പറയണ്ടൂ എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് മാത്രം ഈ ചാനലിലൂടെ അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുത്വപരമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള ആചാരപരമായിട്ടുള്ള, അനുഷ്ഠാനപരമായിട്ടുള്ള ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകൾ ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യണം, അതും കൂടെ കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളവർ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ആഗ്രഹത്തിനനുസരിച്ച് വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് മതി അല്ലെങ്കിൽ ഇത് വേണ്ട അങ്ങനെ കുഞ്ഞു കുഞ്ഞു വാചകത്തിൽ അല്ലെങ്കിൽ ഒരു വാക്കിലൊന്നും പറയരുത് കേട്ടോ. എനിക്കത് മനസ്സിലാകില്ല. എനിക്ക് മനസ്സിലാകുന്ന പോലെ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഒരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രകാരം വീഡിയോ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ, ഇത് കേട്ടതിന് ശേഷം തന്നെ എല്ലാവരുടെയും കമൻസ്, അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഈ പോകുന്ന പോലെ തന്നെ വീഡിയോ ചെയ്ത് പോയിക്കോളൂ എന്നാണെങ്കിൽ അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം പറയാനായിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്.
നമ്മുടെ കയ്യിലേക്ക് പണവും ലഭിക്കുന്നുണ്ട്, പക്ഷേ കയ്യിൽ നിൽക്കുന്നുണ്ടായിരിക്കില്ല. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മിച്ചം വെക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന ആ ഒരു സാലറിയിൽ നിന്ന് ഒട്ടും സമ്പാദിക്കാനായിട്ടൊന്നും സാധിക്കുന്നുണ്ടായിരിക്കില്ല. വളരെ അപൂർവം പേർക്കൊക്കെ ഈ സമ്പാദ്യമൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിലെ ഈ പൈസ നിലനിൽക്കാത്തത്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരങ്ങൾ പറയാം. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ 2 കൈകൾ കൊണ്ടും വെണ്ണ ഇങ്ങനെ എടുത്തിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മനോഹരമായിട്ട് ഭഗവാനെ ചാർത്തിയിട്ടുണ്ട്, നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്, നല്ല സ്വർണ്ണക്കിരീടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു സന്തോഷം ഭഗവാന്റെ മുഖത്തുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഭഗവാൻ ഇങ്ങനെ യശോദാമ അണിയിച്ചൊരുക്കൂലോ, എന്നിട്ട് ഭഗവാന്റെ വിശപ്പ് മാറാനായിട്ടേ ഒരു കയ്യിലെ വെണ്ണ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ വലത്തെ കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞതെന്നറിയോ യശോദാമ്മയുടെ അടുത്ത്? അമ്മേ, ഈ വലത്തെ കയ്യിൽ വെണ്ണ കിട്ടിക്കഴിഞ്ഞാൽ ഇടത്തെ കൈയിന് വിഷമാകില്ലേന്ന് ചോദിച്ചു. അപ്പം എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെയും അകത്ത് പോയിട്ട് വേറൊരു വെണ്ണ ഉരുള കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ ഈ ഇടത്തെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും വലത്തെ കയ്യിലുള്ള വെണ്ണ അപ്രത്യക്ഷമായിരിക്കണം കേട്ടോ, അതൊക്കെ കഴിച്ചിരിക്കണം. അപ്പം അമ്മ ചോദിച്ചു, ഈ വെണ്ണ എവിടെ കണ്ണാന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറയണേ, അത് ഞാൻ കഴിച്ചു അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെണ്ണ ഇടത്തെ കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോൾ പിന്നെയും വലത്തെ കയ്യിൽ വിഷമാവില്ലേ, അതും കൂടി പറഞ്ഞപ്പോൾ അമ്മ എന്താ ചെയ്തെന്നറിയാം? അമ്മയ്ക്ക് അറിയാം ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. വേഗം പോയിട്ട് ഈ വെണ്ണയുടെ കുടമാണ് എടുത്തുകൊണ്ട് വന്നിരിക്കണേ. എന്നിട്ട് അതിന്ന് വാരിയിട്ട് 2 കയ്യിൽ കണ്ട നിറച്ച കൊടുത്തു. ഇനി ഏത് കൈക്കാണ് വിഷമാകുക എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ ഭഗവാൻ എന്താ തോന്നുന്നത്? ചിരിക്കാനേ നിവൃത്തിയുള്ളൂ. നമ്മൾ ഭഗവാനെ കാണാൻ പോകുന്ന ഓരോരുത്തരെയും ഭഗവാൻ യശോദാമയായി കണ്ടുകൊണ്ട് ആ പുഞ്ചിരിച്ചുകൊണ്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. 2 കൈയിലും വെണ്ണ ഇങ്ങനെ നിറച്ചു പിടിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ഭാവത്തിൽ. ശരിക്കും ഇങ്ങനെ നിൽക്കുന്ന 2 കൈയിലും വെണ്ണയായിട്ട് നിൽക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുക. ഈ വെണ്ണ കഴിക്കാനുള്ള കൊതി കൊണ്ടേ ആ ഒരു തിടുക്കത്തിലേ നമ്മൾ എന്താഗ്രഹം പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ഭഗവാൻ അങ്ങടെ സാധിപ്പിച്ചു തരും. അങ്ങനെയായിരുന്നു ഭഗവാൻ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിപ്പിച്ചു തരട്ടെ. മനോഹരമായിട്ട് ഭഗവാൻ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. 3 തിരുമുടിമാലകളാണ്. ഏറ്റവും മുകളിലുള്ളത് ചുവപ്പും പച്ചയും കൂടിയിട്ടുള്ളതാണ്. അത് തെച്ചിയും ചുവപ്പും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ഈ ചുവപ്പും വെള്ളയും കൂടെ മിക്സ് ആക്കിയിട്ട് കോർത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരെണ്ണം നന്ദ്യാർവട്ടത്തിൻ്റെ നടുക്കായിട്ട് കുറച്ച് തുളസി കോർത്തിട്ടുണ്ട്. ഭഗവാനെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പീലി തിരുമുടിയൊക്കെ ഉണ്ടായിരുന്നു. 3 കുഞ്ഞു പീലികളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപിതിലകുണ്ട്, വലിയ കാതുപൂക്കളുണ്ട്. 2 തോളുകളിലും ഗോപിതിലകങ്ങൾ വെച്ചിട്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൈവളകളും തോൾവളകളൊക്കെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട്. 2 കുഞ്ഞി കൈകളിലും വെണ്ണയെടുത്തുകൊണ്ട് കഴിക്കുകയാണ് ഭഗവാൻ. അങ്ങനെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ കാണാറുണ്ട്. കുഞ്ഞു കാലുകളിലെ കാൽത്തളകളും അണിഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള സുന്ദര രൂപത്തോട് കൂടിയിട്ടാണ് വെണ്ണക്കണ്ണനായിട്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടോളൂ കേട്ടോ. ഉണ്ടമാലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ ഇന്നലെ ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു 2 എണ്ണം. അദ്ദേഹത്തോട് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നത് ചുവപ്പും വെള്ളയും, അത് തെച്ചി നന്ദ്യാർവട്ടവും കൂടെ ഇങ്ങനെ മാറി 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 കോർത്തിരിക്കുകയാണ്. പിന്നെ ഒരു ഉണ്ടമാലയിൽ ചുവപ്പും അതായത് തെച്ചിയും തുളസിയും കൂടെ ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയാണ്. ഇതിന് നടുക്കാണ് പുഞ്ചിരി തൂകിക്കൊണ്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രൂപമൊക്കെ എല്ലാവരും നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് ഗണപതിയെ കാണാനായിട്ട് പോകാം കേട്ടോ. മഞ്ഞ നിറത്തിലായിരുന്നു ഗണപതിക്ക് ഉടയാടി ഉണ്ടായിരുന്നത്. ഒരു സ്വർണ്ണമാല ഇട്ടിട്ട് ചുവന്ന നൂല് കൊണ്ടുള്ള 2 മാല, വെള്ള നൂല് കൊണ്ടുള്ള മാല, അങ്ങനെയൊക്കെയാ. നെറ്റിയിലൊരു തിലകമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തോളുകളുടെ ഭാഗത്തായിട്ട് തിലകമുണ്ട്. കിരീടം തട്ടുതട്ടായിട്ടാണ് കേട്ടോ. ഈ ചന്ദനമുണ്ട്, ചുവന്ന പട്ടും വെള്ള നൂലൊക്കെ വെച്ചിട്ട് കിരീടം തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഒരു മാല കൊണ്ട്, കുഞ്ഞൊരു മാല കൊണ്ട് ഒരു അലങ്കാരം കൂടി ഉണ്ട്. ആ കിരീടത്തിന്റെ മുകളിലുള്ള ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെയായിട്ടായിരുന്നു ഗണപതിയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. എല്ലാവരും ഗണപതിയുടെ ആ രൂപം ഭാവമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തുമുട്ടുള്ളൂ. ഇനി ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് പോകുന്നത്. ഭഗവതിക്ക് ചുവന്ന പട്ടുടയാടെയാണ്. വളരെ ലളിതമായിട്ടുള്ള അലങ്കാരമായിരുന്നു. 2 മാല ഇട്ടുണ്ട് കേട്ടോ. 2ഉം പാലക്കയാണ്. ഒന്ന് ശരിക്കുള്ള പാലക്കയുടെ ഷേപ്പ് ഉള്ളത്, പിന്നെ ഒന്ന് മാങ്ങാ പാലക്ക. കാതിൽ പൊട്ട് വെച്ചിട്ടുണ്ട്, ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ടാണ്. നെറ്റിയിൽ പൊട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കിരീടം. കിരീടത്തിന് മുകളിൽ ചെറിയ ചുവന്ന കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള കിരീടമാണ്. നന്നായി ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഭഗവതി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. നല്ല സന്തോഷമൊക്കെ മുഖത്തുണ്ട്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ രൂപവും ഭാവവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെയും കൂടെ ഒന്ന് കാണാം.
അയ്യപ്പൻ കസവമുണ്ടാണ് എടുത്തിരിക്കുന്നത്. അരയിൽ നീല പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട്. പിന്നെ കഴുത്തിൽ നല്ല വീതിയുള്ള ഒരു കശുമാലയുണ്ട്. അതിന് മുകളിലും താഴെയായിട്ട് ചുവന്ന നൂല് കൊണ്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഒരു ഔട്ട്ലൈൻ കൊടുത്ത പോലെ തോന്നുക. കഴുത്തിലൊരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്, കാതിൽ പൊട്ടുകളുണ്ട്, നെറ്റിയിൽ പൊട്ടുണ്ട്, കിരീടത്തിൻ്റെ അവിടെയും ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അലങ്കാരം. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ പൊട്ടുകളാണെങ്കിൽ കൂടിയിട്ടും കിരീടം എല്ലാ പൊട്ടാണെങ്കിൽ കൂടിയിട്ടും ഒരു പ്രത്യേക ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ആ ഉടയാടയുടെ ആണോ, ആ മാലയുടെ ചന്തമാണോ, അയ്യപ്പൻ്റെ മുഖത്തുള്ള ആ ഒരു ചൈതന്യമാണോ, എങ്ങനെ പറയാം, നല്ല ഭംഗിയിലെ മുഖച്ചാർത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. അയ്യപ്പൻ്റെ മുഖം, ആ ഒരു രൂപവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് ധ്യാനിച്ചോളൂ. അയ്യപ്പന് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കാട്ടോ. അതായത് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്ക് സാലറി ലഭിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ പൈസയൊന്നും കയ്യിൽ ചിലപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കില്ല. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഈ കയ്യിലേക്ക് വരുന്ന ആ പണം ഉണ്ടല്ലോ, പൈസ എന്ന് പറയുന്നത്, ഇതിനെ 3 തട്ടുകളായിട്ടാണ് തിരിക്കുക. അതിലെ ഏറ്റവും ആദ്യത്തത്, ഏറ്റവും ഉയർന്നത് മഹാലക്ഷ്മിയുടെ പൈസയാണ്. രണ്ടാമത്തേത് കുബേരൻ്റെ പൈസയാണ്. മൂന്നാമത്തേത് ചേട്ടാ ഭഗവതിയുടെ പൈസയാണ്. ഈ ചേട്ടാ ഭഗവതിയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ പൈസ ഇരിക്കണമെന്ന് തോന്നും. കാരണം അതെ, അവിടെ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ചേട്ടാ ഭഗവതിയുടെ പൈസ എന്ന് പറഞ്ഞാൽ അധർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന പൈസ. മറ്റുള്ളവരെ പറ്റിച്ചിട്ട്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട്, വിഷമിപ്പിച്ചിട്ട് ഒന്നും നല്ല മാർഗത്തിലൂടെ അല്ലാതെ സന്മാർഗികമായിട്ട് സമ്പാദിക്കുന്ന, കൈക്കലാക്കുന്ന പൈസയാണ് ഈ ചേട്ടാ ഭഗവതിയുടെ കയ്യിലേക്ക് പോകുക. അപ്പം അതൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ടും സാധിക്കില്ല, ഉപകരിക്കില്ല. ഒരു കാരണവശാലും നമുക്ക് ഉപകരിക്കില്ല. കുറേ പൈസയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആവശ്യത്തിന് ഉപകരിക്കണമല്ലോ. എങ്കിൽ മാത്രമല്ലേ സമ്പാദിച്ചത് കൊണ്ട് ഒരു ഗുണമുണ്ടായി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു ഗുണം ഉണ്ടാകില്ല. ഏതെങ്കിലും രീതിയിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അനാവശ്യ ചിലവുകൾ വരിക, ഒരു ഹോസ്പിറ്റൽ കേസ് വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവാണ്. നമുക്കത് ഈ പൈസ നമ്മുടെ കയ്യിൽ ഇരുന്നു കേട്ടോ എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും അങ്ങനെ ഒരു ചിലവ് വരിക. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള, കൂടുതലായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ കേസസുകളൊക്കെയാണ് കാണാറുള്ളത് കേട്ടോ. വല്ല അപകടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടൊക്കെ പോകുകയും ചെയ്യും. നമുക്ക് ഉപകാരമല്ലാത്ത രീതിയിൽ, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലൊന്നും അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ കയ്യിൽ പൈസ അനധികൃതമായിട്ട് അധർമ്മത്തിലൂടെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലാണ് ഈ ചേട്ടാ ഭഗവതിയുടെ പൈസയായിട്ട് പറയാം. അപ്പം അങ്ങനെയുള്ള പൈസയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഉപകരിക്കില്ല. അപ്പോൾ ഉപകരിക്കാത്ത പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ രീതിയിലായിട്ടായിരിക്കാം അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും പൈസയൊക്കെ ആയിരിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏറ്റവും താഴ്ന്ന തലം മുതൽ ഉയർന്ന തലത്തിൽ വരെ പലതരത്തിലുള്ള ഈ എന്താ പറയുക പറ്റിക്കലുകൾ അല്ലെങ്കിൽ കബളിപ്പിക്കലുകൾ, അതായത് മോശപ്പെട്ട ബിസിനസ്സുകൾ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള പണസമ്പാദനം നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാമെന്ന് വിചാരിക്കുക. അത് ഒരാളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. ചെറിയ രീതിയിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതി പോലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു വീട്ടിലെ എന്തെങ്കിലും ആ ചുറ്റുവട്ടത്തുള്ള ചെടികളോ പുല്ലുകളോ ഒക്കെ പറിക്കാനായിട്ട് ഒരു പണിക്കാരനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു 500 രൂപയുടെ ജോലിയെ ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഈ വന്ന ആൾ പറയും 1000 രൂപ ഉണ്ടെങ്കിലേ ഞാനിത് ചെയ്തു തരുള്ളൂ എന്ന് പറയും. ചിലപ്പോൾ വീട്ടുകാർക്ക് വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരിക്കില്ല, അവർക്ക് ആ ഒരു കാര്യം ചെയ്ത് കിട്ടണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ശരി 1000 എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കും. എന്നിട്ട് 1000 രൂപയും കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഈ വാങ്ങുന്ന ആൾക്കും അറിയാം, കൊടുക്കുന്നവർക്കും അറിയാം ഇത് അത്രയ്ക്കുള്ള ജോലി ഇല്ല എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ആ നിർബന്ധത്തിന് അത് കൊടുക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഈ 500 ഈ പണിക്കാരൻ്റെ യഥാർത്ഥ കൂലിയാണ്. അയാൾക്ക് ധർമ്മത്തിലൂടെ സമ്പാദിച്ച പൈസയാണ്. അവർക്ക് ഉപകരിക്കുന്ന പൈസയാണ്. ബാക്കി 500 ഉണ്ടല്ലോ, അത് അർഹതയില്ലാത്തതാണ്. അതിപ്പോൾ എത്ര പണക്കാരുടെ കയ്യിൽ നിന്നാണെങ്കിലും ചോദിച്ച് പേടിക്കുന്നതെങ്കിൽ കൂടെ അത് മനസ്സറിഞ്ഞിട്ടല്ല തരുന്നതെങ്കിൽ, ഇങ്ങനെ ഇത് കൂടുതലാണല്ലോ വാങ്ങിയത് ആ രീതിയിലാണ് തരുന്നതെങ്കിൽ, നമുക്ക് അർഹതയില്ലാത്ത പൈസയാണെങ്കിൽ അത് ഉപകരിക്കില്ല. അതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓട്ടോയോ ടാക്സിയോ ഒക്കെ വിളിച്ച് പോകുന്ന സമയത്ത് ഈ ഗുരുവായൂരിൽ മമ്മിയൂർക്ക് കിടക്കാനാണെങ്കിലും ചിലപ്പോൾ കൂടുതൽ പൈസ വാങ്ങിക്കും. ഇത്ര അധികം വാങ്ങിച്ചുല്ലോ ഈ ഡ്രൈവർ എന്നൊക്കെ ചിലപ്പോൾ ചിലർ വിചാരിക്കും. അതായത് മീറ്ററിനേക്കാൾ കൂടുതലൊക്കെ, അതായത് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കുമല്ലോ ഇത്രയും വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളത്. എന്നിട്ടും അതിൽ കൂടുതലൊക്കെ പൈസ വാങ്ങിക്കുന്നവരുണ്ടായിരിക്കും. നന്നായിട്ട് നല്ല ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജോലി ചെയ്യുന്നവരാണ് കേട്ടോ ഭൂരിഭാഗവും പേരും. എന്നാൽ എല്ലായിടത്തും കുഞ്ഞു കരടുകൾ പോലെ ഓരോരുത്തരുണ്ടായിരിക്കുമല്ലോ തെറ്റായുള്ള മാർഗത്തിലൂടെ സമ്പാദിക്കുന്നവർ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നേടുന്ന പൈസ ഒരിക്കലും ഉപകാരത്തിലേക്ക് വരില്ല. അത് മറ്റുള്ളവരുടെ
മനസ്സിലെ വിഷമം ഉണ്ടാക്കിയിട്ടോ, അല്ലെങ്കിൽ അവരിങ്ങനെ പ്രാഗുക എന്നൊക്കെ പറയില്ലേ, പ്രാഗലൊന്നും വേണമെന്നില്ല, പക്ഷെ ഇത് കൂടുതലാണല്ലോ വാങ്ങിയത്, ആ ഒരു തോന്നൽ വരുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ചേട്ടാ ഭഗവതിയുടെ പൈസയായി, അത് ഉപകരിക്കില്ല എന്നാണ് പറയാം. പിന്നെ ഒന്നാണ് കുബേരന്റെ പൈസ. കുബേരൻ എല്ലാവർക്കും അറിയാം, കുബേരൻ മഹാദേവന്റെ അടുത്ത് നിന്ന് വരമൊക്കെ വാങ്ങിയിട്ട് മഹാദേവൻ അനുഗ്രഹിച്ചതാണ്, സമ്പത്ത് നൽകിയിട്ട് അനുഗ്രഹിച്ചതാണ്. കുബേരന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുബേരനെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ക്രയവിക്രയങ്ങൾക്ക് സാധിക്കുന്ന പൈസയാണ് കുബേരന്റെ പൈസ. ഇപ്പം നമ്മൾ ജോലി ചെയ്യാണ്, സത്യസന്ധമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു, മാസാവസാനം നമുക്ക് ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം കൊണ്ട് നമ്മുടെ ചിലവുകളെല്ലാം നീങ്ങുന്നു. ചിലവുകൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം, വസ്ത്രം, പിന്നെ കറണ്ട് ബില്ല്, അങ്ങനെയുള്ള പാല്, പത്രം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ ബില്ലുകൾ നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് കുബേരൻ്റെ പൈസയാണ്. ചിലപ്പോൾ ബാക്കി മിച്ചമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ, കറക്റ്റ് പൈസ വരിക, ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്തുക, പൈസ കഴിഞ്ഞു. അതായത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ടായിരിക്കും, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പണം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും, അത് കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെടുന്നുണ്ടായിരിക്കും. ബാലൻസ് ആയിട്ട് സമ്പാദ്യമായിട്ടൊന്നും ചിലപ്പോൾ സൂക്ഷിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല, എന്തായാലും ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അതാണ് കുബേരൻ്റെ പണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക വേണം. പിന്നെ ഒന്നാണ് മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള പണം. അപ്പോൾ മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന പണം. ഏറ്റവും കൂടുതൽ മൂല്യമുള്ള പണം മഹാലക്ഷ്മിയുടെ പണമാണ്. ഇതെങ്ങനെ നമ്മുടെ കയ്യിൽ വരാമെന്നറിയോ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു ജോലി ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ മാസാവസാനം സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സാലറി കിട്ടും എന്നുള്ള രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. മാസാവസാനം സാലറി കിട്ടുമല്ലോ, അതിനു വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. അത് കുബേരൻ്റെ പൈസയിലേക്കാണ് പോവുക. പക്ഷെ അതല്ലാതെ നമ്മൾ ജോലി ചെയ്താലാണ് നമ്മുടെ കമ്പനിക്ക് ഉയർച്ച ഉണ്ടാകുക, അതിലൂടെ നമുക്ക് പണം ലഭിക്കും. അതായത് കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതിലൂടെ നമ്മൾ ഉയരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആ ജോലിയോടൊരു ഇഷ്ടം തോന്നിയിട്ട് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ അത് മഹാലക്ഷ്മിയുടെ പൈസയായിട്ട് മാറുകയാണ് ചെയ്യുക. അതല്ലാതെ ചിലപ്പോൾ ഇഷ്ടത്തോട് കൂടിയിട്ട് ഇത് കയ്യിൽ വെച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തരും, നമുക്ക് ലഭിക്കേണ്ട ഒരു പൈസ ഉണ്ടായിരിക്കും, എന്നാൽ എക്സ്ട്രാ ഇപ്പോൾ ജോലിക്ക് പണിക്കാരെങ്കിലും ആരെങ്കിലും വീട്ടിലേക്ക് വരികയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, അവരുടെ ആ ഒരു ജോലി ചെയ്തതിൻ്റെ പൈസ കൊടുക്കും, എന്നിട്ട് എക്സ്ട്രാ ഒരു 100 രൂപ 200 രൂപ ചായ കുടിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോട് കൊടുക്കില്ലേ, മനസ്സ് നിറഞ്ഞു കൊടുക്കില്ലേ, അങ്ങനെ ലഭിക്കുന്ന പൈസയും അത് മഹാലക്ഷ്മിയുടെ പൈസയാണ്. അവിടെ ഒരാളും വേദനിക്കപ്പെടുന്നില്ല, സന്തോഷത്തോട് കൂടിയിട്ടാണ്. ആ പൈസയ്ക്കൊക്കെ പുറകിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ധർമ്മം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ധർമ്മത്തിലൂടെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ലഭിക്കുന്ന പൈസയാണ് നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാതെ പിന്നെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുക, ഒരു ആഭരണം വാങ്ങണം. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ എന്താ ഞാൻ പറയണത്, ഒരു ആഭരണം വാങ്ങണം, പുരുഷന്മാരാണെങ്കിൽ ഒരു വണ്ടി വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങണം, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കുബേരൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവൊന്നും കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ അല്ലേ, മഹാലക്ഷ്മിയുടെ പൈസയാണ് നമ്മുടെ കയ്യിലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് ഉപകരിക്കണമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങാനായിട്ട് അതുകൊണ്ട് സാധിക്കും. അങ്ങനെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ സന്തോഷത്തിനായിട്ട് ആ പണം ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മിയുടെ പൈസയാണെന്നാണ് പറയുക. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്, നമുക്ക് മഹാലക്ഷ്മിയാണ് വേണ്ടത്. മഹാലക്ഷ്മിയെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ വിളിക്കണം. ഈ മഹാലക്ഷ്മിയെ കിട്ടാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ ഈ ഇന്നലത്തെ വീഡിയോയിലാണെങ്കിലും കടുകാണെങ്കിലും ഉപ്പാണെങ്കിലും കർപ്പൂരാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള മാർഗങ്ങളാണത്. അപ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. പക്ഷേ ഏറ്റവും ആദ്യം ഭഗവാനെ വിളിക്കണം. ഭഗവാൻ ഉള്ളിടത്തെ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു സംശയം, നിരവധി പേര് ചോദിച്ച സംശയമാണ് കേട്ടോ. നമ്മൾ കടുകിലെ നാണയം ഇട്ട് വെക്കൂലോ, ആ നാണയം പിന്നീട് എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് ചുവടെ കുറച്ച് പേർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാനായിട്ട് നമുക്കൊന്നുകിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് കാണിക്കയിടാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനമായിട്ട് നൽകാം. ഇനി ഈ പൈസ ഉപയോഗിച്ചിട്ട് വീട്ടിലേക്ക് കടുക് വാങ്ങിക്കൊണ്ടുവരണമെങ്കിൽ അതും ചെയ്യാം. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ വിനിയോഗിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും മാർഗത്തിലൂടെ ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ കിഴി കെട്ടിയിട്ടുള്ള കടുകാണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ്. അത് പക്ഷെ നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഉപയോഗിക്കുന്നത് കാണാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കേണ്ട. അതിപ്പോൾ ഈർപ്പൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ വല്ല ചെടികൾക്ക് ചൂട്ടലായിട്ടോ, അപ്പോൾ അതായത് മണ്ണിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും വളമാകും. അപ്പോൾ ആ ഒരു രീതിയിൽ അതിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് ഒഴുകുന്ന വെള്ളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കളയാം, അങ്ങനെയും പറയാറുണ്ട് കേട്ടോ.
അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പൈസയാണെങ്കിൽ അത് എന്തായാലും ഉപകരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഒന്നുകിൽ കാണിക്കയായിട്ട് ഇടുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭിക്ഷയായിട്ടോ അത് അർഹിക്കുന്നവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ടും കൂടെ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് ഏതെങ്കിലും സാധുക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ആ ഒരു പൈസ കൊണ്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം എന്തും ചെയ്യുന്ന സമയത്ത് ഭിക്ഷക്കാരായിട്ട് വന്നാൽ പോലും നമ്മൾ പൈസ കൊടുക്കരുതെന്നാണ് പറയുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭിക്ഷക്കാർ അവർക്ക് ദാരിദ്ര്യം നൽകിയത് അത് ഭഗവാനാണല്ലോ. അപ്പോൾ അത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവർക്ക് ഭക്ഷണം കൊടുക്കാം. അപ്പോൾ എന്താണ്, ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ ആയിട്ട് നൽകാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ പൈസയൊക്കെ ഉപയോഗിച്ചിട്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കൊടുക്കുകയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മറുപടിയും കൂടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സംശയവും എല്ലാവരുടെയും മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള വീഡിയോസ് കേൾക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.